എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന PSC എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. 1857 ഒന്നാം സ്വാതന്ത്ര്യസമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സിദ്ദു കാനു. സിദ്ദു കാനും സാന്താൾ കലാപവുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. സാന്താൾ കലാപം നടന്നത് ജാർഖണ്ഡിലും പശ്ചിമ ബംഗാളിലുമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ് അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ മൈക്കേൽ ആഞ്ചലോ. മൈക്കേൽ ഏഞ്ചലോ ആണ് കറക്റ്റ് ആൻസർ. അന്ത്യവിധി എന്ന് പറയുന്നത് മൈക്കേൽ ഏഞ്ചലോയുടേതാണ്. എന്നാൽ അന്ത്യ അത്താഴം എന്ന് പറയുന്നത് ലിയാനോ ഡാവിഞ്ചിയുടേതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, രാമചന്ദ്ര ഗുഹ. ക്വസ്റ്റ്യൻ നമ്പർ 4. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് എ വിഭാഗത്തിന് യോജിച്ചവ ബി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. അതായത് വൈകുണ്ഠ സ്വാമികൾ, സമത്വ സമാജം, അയ്യൻകാളി, സാധുജന പരിപാലന യോഗം, വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാ സംഘം, VT ഭട്ടതിരിപ്പാട്, യോഗക്ഷേമ സഭ. ക്വസ്റ്റ്യൻ നമ്പർ 5. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ വർഷവും ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. തേബാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്? കറക്റ്റ് ആൻസർ ബംഗാളാണ്. ബംഗാളാണ് തേബാഗ സമരം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആഗ്നേയ ശിലകൾ. ക്വസ്റ്റ്യൻ നമ്പർ 8. ജുമ്മിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻബ, മിഷ്മി, നാഗ, ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, അരുണാചൽ പ്രദേശ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇന്ത്യയിലെ ജോഷിമഠ അടുത്ത കാലത്ത് വളരെ വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലമാണ്. ഏത് സംസ്ഥാനത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഉത്തരാഖണ്ഡ്. ക്വസ്റ്റ്യൻ നമ്പർ 10. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായത് ഏതെന്ന് തിരിച്ചറിയുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് നർമ്മദയാണ്. ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിൽ നിന്നാണ്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 1312 കിലോമീറ്റർ ആണ്. പിന്നെ നർമ്മദയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അമർകണ്ട് കുന്നിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അറബിക്കടലിൽ പതിക്കുന്നു. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്നു. വിന്ധ്യാസർബുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്നു. ഭ്രംശ താഴ്വരകൾ സൃഷ്ടിക്കുന്നു. വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും ഇന്ത്യയെ വേർതിരിക്കുന്നു. സർദാർ സരോവർ അണക്കെട്ട് നർമ്മദയിലാണ്. ഇതെല്ലാം നർമ്മദയെക്കുറിച്ച് ഉള്ള പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അത് കഴിയുമ്പോൾ ഇന്ദ്രാവതി, ശബരി എന്തിൻ്റെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ ഗോദാവരിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതിയും ശബരിയും. ഉപദ്വീപീയൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. ഗോദാവരിയുടെ നീളം 1465 കിലോമീറ്റർ ആണ്. ഇതിൻ്റെ ഉദ്ഭവം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്ന് പറയുന്നു. ഇത് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, നീലഗിരി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം? കറക്റ്റ് ആൻസർ ചിനൂക്കാണ്. ഇത് ഓപ്ഷനിൽ ഇല്ല.
ക്വസ്റ്റ്യൻ നമ്പർ 13. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 14. താഴെ തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 1ൻ്റെ സി, 2ൻ്റെ ബി, 3ൻ്റെ എ, 4ൻ്റെ ഡി. 1ൻ്റെ സി. GST ബിൽ നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് 1950 മാർച്ച് 15-നാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം വന്നത് 2005 ഓഗസ്റ്റ് 3-നാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1-നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. താഴെ തന്നിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധമില്ലാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് തെറ്റായത് ഓപ്ഷൻ ബി ആണ്. 1982 ജൂലൈ 12-നാണ് നബാർഡ് സ്ഥാപിതമായത്. ക്വസ്റ്റ്യൻ നമ്പർ 16. താഴെ തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 1ൻ്റെ ബി, 2ൻ്റെ സി, 3ൻ്റെ ഡി, 4ൻ്റെ എ. അതായത് യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത് പരുത്തിയാണ്. സെയ്ദ് എന്ന് പറയുന്നത് പഴവർഗ്ഗങ്ങളിൽ വരുന്നതാണ്. റാബി എന്ന് പറയുന്നത് ഗോതമ്പിൽ വരും. ഒറൈസ സറ്റീവ എന്ന് പറയുന്നത് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. 2023-24 ഇന്ത്യൻ ബജറ്റിൽ അമൃതകാലം എന്ന പേരിൽ 7 മുൻഗണനകൾ നൽകുന്നു. അതിൽ പെടാത്തത് ഇവയിൽ ഏതാണ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി വിവരാവകാശം. ബാക്കിയെല്ലാം ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നമുക്ക് പ്രസ്താവനകളോട് ഒന്നുകൂടി നോക്കാം. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ആദ്യ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. 2015 ജനുവരി 1-ന് നിലവിൽ വന്നു. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ്. ഇതെല്ലാം ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അതുകൊണ്ട് ഓപ്ഷനും എല്ലാവരും പഠിക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 19. കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് 1979-ൽ സ്ഥാപിതമായി കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ്. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുരയാണ്. ശ്രീമതി ജയഡാളി MV ആണ് ഇതിൻ്റെ ചെയർപേഴ്സൺ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 20. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് 4ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായിട്ടുള്ളത്. ഇത് ഓരോ ഓപ്ഷനും ഓരോ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് എല്ലാം പഠിക്കണം. ആശാഭവൻ എന്ന് പറയുന്നത് മാനസികാരോഗം ഭേദമായവരുടെ പുനരധിവാസം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. മഴവില്ലെന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണ്. പരിരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതിയാണ്. 4ാമത്തെ ഓപ്ഷനാണ് തെറ്റായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 21. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് ഏത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2 എന്നുള്ളതാണ്. 2ാമത്തേത് മാത്രമാണ് കറക്റ്റ്. അതായത് ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 368 ആണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇത് കടം കൊണ്ടിട്ടുള്ളത്. രാജ്യസഭയുടെ പ്രത്യേക അധികാരം എന്ന് പറയുന്നത് 312. അത് കറക്റ്റായ പ്രസ്താവനയാണ്. സ്വത്തവകാശം നിയമപരമായ അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 300A ആണ്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 108 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 22. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഇതിൻ്റെ ഓപ്ഷൻ നമ്മൾക്ക് നോക്കാം.
ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇതും ഓരോ ഓപ്ഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. 1996 AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യത്തെ വനിതാ കമ്മീഷൻ രൂപീകരിച്ചു. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു. ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി പി സതീദേവിയാണ്. ജസ്റ്റിസ് ഡി ശ്രീദേവി കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. എല്ലാ ഓപ്ഷനും കറക്റ്റാണ്. എല്ലാ ഓപ്ഷനും പ്രധാനപ്പെട്ടതുമാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 23. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മൂന്നാമത്തേത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 നിലവിൽ വന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. ഈ 3 പ്രസ്താവനകളും കറക്റ്റാണ്. തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 24. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഇതിൻ്റെ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഒബ്രേ മേനോൻ ഞാൻ നാദൂറാം സംസാരിക്കുന്നതാണ് തെറ്റായത്. ബാക്കിയെല്ലാം ശരിയായതാണ്. ശരിയായിട്ടുള്ളതെല്ലാം നമ്മൾ പഠിക്കണം. അതായത് ആങ് സാൻ സൂക്കി, ഭയത്തിൽ നിന്നുള്ള മോചനം, നെൽസൺ മണ്ടേല, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, സൽമാൻ റഷ്ദി, സാത്താൻ്റെ വചനങ്ങൾ. ബാക്കിയെല്ലാം കറക്റ്റായതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 25. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. മൂന്നാമത്തെ പ്രസ്താവനയാണ് ശരിയായത്. അതായത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. അതാണ് കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 26. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം. കടമെടുക്കാത്തതാണ് ചോദിച്ചിരിക്കുന്നത്, 1ഉം 2ഉം. നിയമവാഴ്ച എന്ന ആശയവും പാർലമെൻ്ററി സമ്പ്രദായവും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 27. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉത്തരവുകളുമായി റിട്സ് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 4 മാത്രം. 4 മാത്രമാണ് കറക്റ്റായ പ്രസ്താവന. അതായത് ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി ഓപ്ഷൻ 1, ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. തെറ്റായ പ്രസ്താവനയാണ്. ഇന്ത്യയിലെ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. രണ്ടാമത്തേത് മാൻഡമസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് അധികാരത്തിൽ എന്നാണ്. ഇതും തെറ്റായ പ്രസ്താവനയാണ്. മാൻഡമസ് എന്ന വാക്കിൻ്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു എന്നതാണ്. അതുപോലെ തന്നെ ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പാണ് 226. ഇവിടെ 256 ആണ് കൊടുത്തേക്കുന്നത്. കറക്റ്റ് ആൻസർ 226 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 28. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയങ്ങൾ ഏവ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 2. അതായത് മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക. ഇത് തെറ്റായ ആശയമാണ്. കറക്റ്റ് എന്ന് പറയുന്നത് അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, വിഭവങ്ങളുടെ തുല്യ വിതരണം, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. ഈ 3 പോയിന്റുകളും മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടുന്നവയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 29. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3 മാത്രം. അതായത് വ്യക്തികൾ നികുതി അടയ്ക്കുക. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ബാക്കി എല്ലാ പ്രസ്താവനകളും കറക്റ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 30. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏത്?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് 3, 4 പ്രസ്താവനകൾ. ലോകസഭയിൽ ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. ഈ 2 പ്രസ്താവനയും തെറ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 31. ഭരണഘടനയുടെ 7ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ടാധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. അതായത് സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നാണ്. അവശിഷ്ടാധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെന്റിനാണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് മായം ചേർക്കൽ അവശിഷ്ടാധികാരത്തിൽപ്പെടുന്നു. അതാണ് തെറ്റായ പ്രസ്താവന. ക്വസ്റ്റ്യൻ നമ്പർ 32. ചിക്കുൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ആൽഫ വൈറസ്. ക്വസ്റ്റ്യൻ നമ്പർ 33. വംശനാശം സംഭവിച്ച ഹോമിനുകളുടെയും മനുഷ്യ പരിണാമത്തിന്റെയും ജനിതക ഘടന സംബന്ധിച്ച പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ സാന്റേ പാവോ. ക്വസ്റ്റ്യൻ നമ്പർ 34. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വിവാ കേരളമാണ്. വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 35. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ജീവകം കെ. ഇത് കൂടാതെ B5ഉം B7ഉം വൻകുടലിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 36. പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലമുണ്ടാകുന്ന അസ്ഥിരോഗം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓസ്റ്റിയോപോറോസിസ്. ക്വസ്റ്റ്യൻ നമ്പർ 37. നട്ടെല്ലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുകൾക്കിടയിലായി കാണപ്പെടുന്ന സന്ധി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കീലസന്ധി. ക്വസ്റ്റ്യൻ നമ്പർ 38. 3/2 അപവർത്തനാങ്കമുള്ള ഒരു കോൺവെക്സ് ലെൻസിന് വായുവിൽ 20 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുണ്ടെങ്കിൽ 4/3 അപവർത്തനാങ്കമുള്ള ജലത്തിൽ എത്ര ഫോക്കസ് ദൂരമുണ്ടാകും? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 80 സെന്റിമീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 39. 2022 നവംബറിൽ EOS 06 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിച്ച PSLV റോക്കറ്റ് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. PSLV C-54. ക്വസ്റ്റ്യൻ നമ്പർ 40. ഒരു വസ്തുവിന്റെ ചലനത്തിൽ കർഷണബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി നെഗറ്റീവ്. ക്വസ്റ്റ്യൻ നമ്പർ 41. ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിന് നൽകേണ്ട പാലായന പ്രവേഗം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതൊക്കെയാവും ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം. അതായത് ഭൂമിയുടെ മാസ്, ഭൂമിയുടെ ആരം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പാലായന പ്രവേഗം തീരുമാനിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 42. നിത്യേന അസിഡിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിന്റെ pH സ്ഥിരമായി നിൽക്കാൻ കാരണം രക്തം ഒരു ഡാഷ് ലായനിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബഫർ. ക്വസ്റ്റ്യൻ നമ്പർ 43. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിന്റെ ജ്വലനഫലമായി ഉണ്ടാകുന്ന ഊർജം ഭാവിയിലേക്കുള്ള ഇന്ധനമായി കണക്കാക്കപ്പെടുന്നു. പ്രസ്തുത മൂലകം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഹൈഡ്രജൻ. ക്വസ്റ്റ്യൻ നമ്പർ 44. താഴെ പറയുന്നവയിൽ ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡായി പരിഗണിക്കുന്നത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി AlCl3. ക്വസ്റ്റ്യൻ നമ്പർ 45. പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിത എന്ന ഗണത്തിൽ വരുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കഞ്ഞിവെള്ളം. ക്വസ്റ്റ്യൻ നമ്പർ 46. 2018 ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഭുവനേശ്വർ. ക്വസ്റ്റ്യൻ നമ്പർ 47. കേരളത്തിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഖാദർ കമ്മിറ്റി.
ഇവിടെ നമ്മൾ ശുപാർശ എന്ന് പറഞ്ഞേക്കുന്നത് മലയാളത്തിൽ ഇത് തെറ്റിദ്ധരുത്താൻ ചോദിക്കും. ശുപാർശയല്ല, ശിപാർശ. ക്വസ്റ്റ്യൻ നമ്പർ 48. മലയാളത്തിൻ്റെ ശാകുന്തളം എന്ന് വിശേഷിക്കപ്പെടുന്ന ആട്ടക്കഥ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നളചരിതം. ക്വസ്റ്റ്യൻ നമ്പർ 49. എം മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കേശവന്റെ വിലാപങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 50. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1930. കഴിഞ്ഞ എക്സാമിന് കേരള കലാമണ്ഡലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ വർഷമാണ് ചോദിച്ചത്. അന്നേരം എല്ലാ ക്വസ്റ്റ്യനും തമ്മിൽ റിലേറ്റഡ് ആയിട്ട് ഉള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 51. ചതുരാകൃതിയിലുള്ള ഒരു ഇരുമ്പ് കട്ടയുടെ നീളം 25 സെൻറ്റിമീറ്ററും വീതി 10 സെൻറ്റിമീറ്ററും ഉയരം 4 സെൻറ്റിമീറ്ററും ആണ്. ഇതുരുക്കി ഒരു സമചതുരക്കട്ട ഉണ്ടാക്കിയാൽ ഒരു വശത്തിൻ്റെ നീളം എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 10 സെൻറ്റിമീറ്റർ. അടുത്തത് 52ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 0. 53. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 50. 54. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 30. ക്വസ്റ്റ്യൻ നമ്പർ 55. കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 111. 111 ഒഴിച്ച് ബാക്കി എല്ലാ സംഖ്യകളും 11ൻ്റെ ഗുണിതമാണ്. 56. ക്ലോക്കിൽ സമയം 2 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഇടയിലുള്ള കോണളവ് എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 60. ക്വസ്റ്റ്യൻ നമ്പർ 57. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 0.304. ക്വസ്റ്റ്യൻ നമ്പർ 58. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 25ഉം പൊതുവ്യത്യാസം 10ഉം ആയാൽ ആദ്യത്തെ 20 പദങ്ങളുടെ തുക? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 2400. ക്വസ്റ്റ്യൻ നമ്പർ 59. 150 മീറ്റർ നീളമുള്ള തീവണ്ടി 90 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി 200 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയം എടുക്കും? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 14 സെക്കൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ 60. ഒരു ത്രികോണത്തിലെ കോണുകൾ 1:3:5 എന്ന അംശബന്ധത്തിൽ ആയാൽ ഏറ്റവും വലിയ കോണിൻ്റെ അളവെത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 100. ക്വസ്റ്റ്യൻ നമ്പർ 61. ദി വീക്ക് ക്രെപ്റ്റ് അലോങ് ഡാഷ് സ്ലോലി ഡാഷ് എ സ്നെയിൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, as slowly as a snail. Question number 62. Pick out the wrong sentence. Correct answer option D ആണ്. The manager with all his staff are attending the function. ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. Question number 63. Pick out the wrongly spelled word. Correct answer option D ആണ്, delegate. തെറ്റായിട്ടുള്ളത്. Question number 64. If a person cannot be defeated, he is called an dash person. Correct answer option B ആണ്, invincible. Option B, invincible. Question number 65. Which word is not a synonym of lazy? Correct answer option B ആണ്, incessant. Question number 66. Pick out the passive form of the sentence. Where did she hide the necklace? Correct answer option C ആണ്, where was the necklace hidden? Question number 67. The dash part of the novel is quite interesting. Correct answer option A ആണ്, latter. Question number 68. The expanded form of CEO. Correct answer option C ആണ്, Chief Executive Officer. Question number 69. Nobody enjoyed the movie. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, did they. Question number 70. It is better to keep psychopaths. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്,
at an arm's length. Question number 71. അടുത്ത മലയാളമാണ്. ശാരിക എന്ന വാക്കിൻ്റെ പര്യായപദം അല്ലാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ചകോരം. Question number 72. വീട് പ്ലസ് പണി ചേർത്തെഴുതുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വീടുപണി. Question number 73. കേമൻ പിരിച്ചെഴുതുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കേമം പ്ലസ് അൻ. Question number 74. കർത്തൃ എന്ന പദത്തിൻ്റെ പുല്ലിംഗം എഴുതുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കർത്താവ്. Question number 75. തമ്പി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, തങ്ക. Question number 76. സാമാന്യലിംഗ ബഹുവചന രൂപമായ അവ എന്നതിൻ്റെ ഏകവചന രൂപം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അത്. Question number 77. ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹമുള്ളയാൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ജിജ്ഞാസു. Question number 78. തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്. Question number 79. ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, കടവടുപ്പിക്കുക. Question number 80. പ്രാചി എന്ന വാക്കിൻ്റെ വിപരീതപദമായി വരുന്ന പദം ഏത്? ആൻസർ ഓപ്ഷൻ ബി, പ്രതീചി. താങ്ക് യു.